ഹരിനാമകീർത്തനം ശ്ലോകം 11. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കിട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവം പോരുഹാക്ഷ തുണനാരായണായ നമഃ. ഇതില് ഹരിനാരായണ നമ പാഠഭേദമുണ്ട് കേട്ടോ. രണ്ടാമത്തെ വായന അങ്ങനെ വായിക്കാം. എൻ എന്നുള്ളത് യായാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ അക്ഷരത്തിലല്ലേ പോണത്, അക്ഷരമാല ക്രമത്തിലല്ലേ പോണത്. അപ്പൊ ത കഴിഞ്ഞു, അല്ല ത കഴിഞ്ഞിട്ട് പ കഴിഞ്ഞു, ത കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് പവർഗം തവർഗം കഴിഞ്ഞിട്ട് പിന്നെ യരലവയില് യാലാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇതിന്റെ. അപ്പൊ എൻ യാ ഇട്ടിട്ട് കെട്ടുപുള്ളി ഇട്ടിട്ട് എൻ പാപം അങ്ങനെയാ വരുന്നത്. ഈ പുസ്തകത്തിൽ അങ്ങനെയാണ്, വേറെ പുസ്തകത്തിൽ ഇനി അറിയില്ല എനിക്ക്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതകിരം കെട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് അംഭോരുഹാക്ഷ ഹരിനാരായണായ നമഃ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി. ചിത്രഗുപ്തനെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ചിത്രഗുപ്തനാണ് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളുടെയും പട്ടിക എഴുതി വെക്കുന്നത്. ആ കർമ്മങ്ങളിൽ നിന്ന് പുണ്യകർമ്മങ്ങളെ മാറ്റി പാപകർമ്മങ്ങൾക്കുള്ള ശിക്ഷ അതിങ്ങനെ അവിടെ വായിക്കുക അത്ര, കോടതിയിൽ ആമീൻ വായിക്കണ പോലെ. അപ്പോ ധർമ്മരാജാവ് എന്ത് ചെയ്യും? പുണ്യകർമ്മം പാപകർമ്മം രണ്ട് കവറിലാക്കിയിട്ടിട്ട് ശിക്ഷ വിധിക്കും എന്നുള്ള ഒരു പുരാണ സങ്കല്പം ഉണ്ട്. ഇത് വിസ്തരിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കഥ പറയാം. ഇത് വള്ളുവനാടിന്റെ കഥയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള കഥയാണ് സ്ഥിരമായിട്ട്. കുട്ടികൾക്കും നമുക്ക് അവസരം കിട്ടിയാൽ ഉള്ളിടത്തൊക്കെ പറയും. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ആശയം തന്നെ പറയുന്നതിനേക്കാൾ എഫക്റ്റീവ് ആവും നമ്മൾ കഥയിലൂടെ അല്ലെങ്കിൽ സ്വന്തം അനുഭവത്തിലൂടെ പറയുമ്പോൾ. അത് ഞങ്ങൾ ടീച്ചർമാരുടെ ഒരു ടെക്നിക്കാണ്. കാരണം അത് നിൽക്കും, അത് ഓർമ്മയിൽ നിൽക്കും. ഞാൻ 1995 മുതൽക്ക് പഠിപ്പിക്കുന്ന ഉണ്ടല്ലോ. അപ്പോ അന്നത്തെ കുട്ടികളെ ഇപ്പൊ കാണുമ്പോൾ അവര് ഞാൻ പറഞ്ഞ കഥകൾ ഇങ്ങോട്ട് പറഞ്ഞുതരും, പാഠം പറഞ്ഞു. പിന്നെ കവിതയും ചൊല്ലിത്തരും. ടീച്ചർ ഇന്ന കവിത ചൊല്ലി തന്നിരുന്നു പറഞ്ഞിട്ട് അത് ചൊല്ലിത്തരും. ഒന്ന് കേൾക്കണേ ടീച്ചർ ഒന്ന് പഠിപ്പിച്ചാൽ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തി കേൾപ്പിക്കും. കഥയും പറയും, ടീച്ചർ ഇന്ന കഥ പറഞ്ഞില്ലേ ക്ലാസ്സില് എന്ന്. അപ്പൊ എന്താ വെച്ചാ ഇത് എത്ര കൊല്ലം കഴിഞ്ഞാലും, 25 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞാലും ഈ കഥകള് മറക്കില്ല. കഥകളിലൂടെ കിട്ടുന്ന തത്വവും മറക്കില്ല. അപ്പൊ ഇത് എനിക്കൊക്കെ മാഷ്മാരിൽ നിന്ന് കിട്ടിയ ടെക്നിക്കാണ്. ഹൈസ്കൂൾ മാഷ്മാരിന്ന് കേട്ടോ, അല്ലാതെ യൂണിവേഴ്സിറ്റി മാഷ്മാരൊന്നും ഇപ്പൊ ഇത് പറയില്ല. പറയണവരുണ്ട്, എന്നാലും പൊതുവെ അങ്ങനെയല്ലല്ലോ. അപ്പോ പിന്നെ അന്നൊക്കെ അങ്ങനെ ധാരാളം കഥയൊക്കെ പറഞ്ഞു തരുന്ന മാഷ്മാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും കഥയിലൂടെയാണ് പറഞ്ഞു കൊടുക്കുക. ചീത്ത എന്തെങ്കിലും ചെയ്താൽ തന്നെയും ഇപ്പൊ വീട്ടില് സ്കൂളിലൊക്കെ പരദൂഷണം കെണിയാഷണയൊക്കെ ഉണ്ടാക്കില്ലേ. അപ്പോഴും ഞാൻ ഈ ചിത്രഗുപ്തന്റെ കഥയും അങ്ങനെ മിക്കവാറും പറയപറ്റിയ മന്ദിരകുലം ആണ് ഞാൻ അവർക്ക് കൊടുക്കാറ് എപ്പോഴും. അതിലൊരു കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ചിത്രഗുപ്തൻ എന്ന് വന്നതുകൊണ്ട് പറഞ്ഞ ഒരു കഥയാണ്. ഇത് എല്ലാ മനുഷ്യനും ഓർക്കേണ്ട കാര്യമാണ്. ഞാനടക്കം, നമ്മളെ വീട്ടിലടക്കം, നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ അടക്കം നമ്മൾ ഓർക്കണം. കാരണം എത്ര ഈ കഥ അനുസ്മരിച്ചാലും എത്ര നമ്മൾ മാറാൻ ശ്രമിച്ചാലും പിന്നെയും സന്ദർഭവശാൽ നമ്മൾ പറഞ്ഞു പോകുന്ന നിവൃത്തി അത് നമ്മുടെ ശീലമായി മാറിയത് കൊണ്ട് നമ്മളുടെ മനസ്സും പെരുമാറ്റവും മാറാൻ വിസമ്മതിക്കാറുണ്ട് പലപ്പോഴും. പിന്നെയും നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും. അത് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ്. കുറെ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് പറഞ്ഞൊക്കെ പോകും. അത് ചെയ്യരുത് എന്ന് ബാബ ശ്രദ്ധിബാബയുടെ സച്ചരിതത്തില് എത്രയോ ഉണ്ട്. പന്നിമലം തോട്ടത്തില് ലണ്ടിത്തോട്ടത്തില് പന്നിമലം തിരുന്ന കഥ ഓർമ്മല്ലേ? ആ കഥ അത് തന്നെയാണ്. അത് വേറൊരു രൂപത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ആ കഥ അടുത്ത വയസ്സിൽ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ.
ഒരു ശ്ലോകേ തരുന്നുള്ളൂ. കാരണം എന്നാ മാത്രമേ നമുക്ക് അതിന്റെ ആഴത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ആൾക്കാർക്ക് സമയം വേണ്ട ഇതൊക്കെ കേൾക്കാൻ. അതുകൊണ്ട് ക്ഷമിക്കണം. നമുക്ക് പരമാവധി പോവാം. എത്ര ശ്ലോകം അത്രയും ദിവസം അത്രയും ആഴ്ച പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. പറയണത് ഉറപ്പിച്ചിട്ട് നമുക്ക് നീങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിത്രഗുപ്തന്റെ കഥ പറയാം. ഒരിക്കലേ പാക്കനാരുടെ പത്നിയും കൂടി ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ പാക്കനാര് അങ്ങനെ അയിത്തക്കാരനാണല്ലോ. അപ്പൊ പോകുമ്പോ ഒരു നമ്പൂരിയുടെ ഇല്ലത്തിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ പാക്കനാരുടെ ഭാര്യ പറഞ്ഞു, കണ്ടില്ലേ എന്തൊരു ദുഷ്ടനായിട്ടുള്ള നമ്പൂരിയാ നിക്കണത്, വല്ലാത്തൊരു സാധനം തന്നെയാണ്. അയാൾക്കൊരു മകളുണ്ട്, യൗവനയുക്തയാണ്. ആ മകളേനെ കണ്ടോ, കല്യാണം കഴിപ്പിക്കണമില്ല, ഒന്നുമില്ല, അയാള് ഭാര്യയാക്കി വെച്ചോണ്ടിരിക്കുക തോന്നുന്ന പറഞ്ഞു. പാക്കനാരെന്ത് പറഞ്ഞു പറയാ, ഹാ നന്നായി ഉള്ളൂ, അവസാനത്തെ അട്ട നിനക്കുമായി എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് സംശയായി, എന്താപ്പത് ഇങ്ങനെ പറയണത്. ഭാര്യ ചോദിച്ചു, എന്താ അങ്ങ് ഇങ്ങനെ പറഞ്ഞത്, എന്താ ഇതിന്റെ ഒരു അർത്ഥം, അവസാനത്തെ അട്ട നിനക്കുമായി എന്ന് പറയാൻ കാരണം. പാക്കനാര് കഥ പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്പൂരിയുടെ പെൺകുട്ടി കുമാരി ആയി ഇരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. പണിക്കാരുണ്ട് ഇല്ലത്ത്. അപ്പോ നമ്പൂരി അവർക്കൊക്കെ ചോറ് കൊടുക്കണ്ടേ, കഞ്ഞിയ ചോറ് എന്തോന്ന് ഭക്ഷണം ഉച്ചയ്ക്ക്. അതൊന്നായിട്ട് വലിയ ചരക്കില് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിലൊരു അട്ട വീണു. അപ്പോ വിളമ്പേണ്ട സമയമായി ഏറെക്കുറെ. അപ്പൊ അട്ട വീണപ്പോ നോക്കിയപ്പോ നമ്പൂരി വിളിച്ചു, തിരുമേനി എന്താണ് ഇപ്പൊ ഇത് വേണ്ടത്, അട്ട വീണു, ഒരട്ട വീണിട്ടുണ്ട്, എന്താ ചെയ്യാ എന്ന്. തിരുമേനി പറഞ്ഞു, അത് അങ്ങോട്ട് മാറ്റിയിട്ട് ചോറ് വിളമ്പാന്ന് പറഞ്ഞു. ഇത്രയും ചോറുണ്ടാക്കിയില്ല, ഇതിന് കളയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ആ അട്ടേനെ നീക്കിയിട്ട് ചോറ് വിളമ്പി. അപ്പൊ ഈ നമ്പൂരി ചിത്രഗുപ്തന്റെ വലിയ ഭക്തനാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം വൈകുന്നേരം കിടക്കുന്ന സമയത്ത് അന്നത്തെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും. അന്ന് പിന്നെ ദീക്ഷയൊക്കെ ഉള്ള ആളാണല്ലോ, ജപമൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അനലൈസ് ചെയ്തിട്ട് അദ്ദേഹം ചിത്രഗുപ്തനോട് പ്രാർത്ഥിക്കും, ചിത്രഗുപ്ത എന്റെ കാര്യങ്ങളൊന്നും ഇന്നതൊക്കെയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, എനിക്ക് നാളെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാ കിടക്കുക. ഈ പണി ചെയ്ത ദിവസം ചിത്രഗുപ്തൻ സ്വപ്നത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ ചെയ്തേ, എത്ര വലിയ മഹാപാപ ചെയ്ത്, സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് അട്ട വീണ അന്ന നീ കൊടുത്തില്ലേ, നിനക്കുള്ള ശിക്ഷ ചെന്ന് കഴിഞ്ഞാൽ നരകത്ത് ചെന്ന 100 അട്ടേനെ നീ തിന്നേണ്ടി വരും, ഒന്നുക്ക് 100 ശിക്ഷ. അപ്പോ ഒരു ഭയങ്കര ബേജാറായി, അയ്യോ എന്താ ചെയ്യാ, എന്താ പരിഹാരം. ഒന്നുമില്ല, ആ അട്ടേനെയൊക്കെ നിനക്ക് ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിപ്പിക്കാം, നിനക്ക് രക്ഷപ്പെടാം. എന്താ വഴി എന്താന്ന് വെച്ചാല് നിന്നെ പറ്റിയിട്ട് ആളുകള് ദൂഷണം പറയണം, ഇല്ലാത്ത കാര്യം പറയണം, ആവശ്യമില്ലാത്ത ദൂഷണം ഉണ്ടല്ലോ അത് പറയണം. അപ്പോ നിന്റെ അട്ടേനെ പിന്നെ അവര് തിന്നോളൂന്ന് പറഞ്ഞു. നമ്പൂരി ആലോചിച്ചു, ഇപ്പൊ ചെയ്യാനുള്ള ഒറ്റ വഴിയുള്ളൂ, എന്ത്, മകളെ കല്യാണം കഴിച്ചു കൊടുക്കുക, വേലി കഴിച്ചു കൊടുക്കാതിരിക്കുക. നമ്പൂരി മകളുടെ വേലി നീട്ടിക്കൊണ്ടുപോയി. സ്വാഭാവികമായിട്ടും പാക്കനാരുടെ ഭാര്യ പറഞ്ഞതുപോലെ 99 ആളുകളും നമ്പൂരി മകളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് സമ്പത്ത് ലാഭിക്കാനാണെന്നും ഭാര്യയാക്കി വെക്കാനാണെന്നും പല പല കാരണങ്ങളും പറഞ്ഞ് നമ്പൂരിയെ പിന്നിലിരുന്നിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും പാക്കനാരുടെ ഭാര്യയും അവസാനം പറഞ്ഞു, അതുകൊണ്ട് 100ാമത്തെ അട്ട അവളും തിന്നേണ്ടി വരും എന്ന് നമ്പൂരി പാക്കനാര് ഭാര്യയോടും പറഞ്ഞു. ഇതാണ് എത്ര ഏഷണി പരദൂഷണം എന്ന് പറയുന്നത് എത്രയധികം പാപമാണ് നമ്മളിൽ ഉണ്ടാക്കുക എന്ന് ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് വള്ളുവനാടിന്റെ പുരാവൃത്തമായിട്ടുള്ള പറയപ്പെട്ട മന്ദിരപുരത്തിലുള്ള കഥ. നമ്മുടെ മക്കൾ കഥ വായിക്കുകയും കഥ കേൾക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് ഇതിനാണ്. സിദ്ധാന്തം ഒന്നും അവരെ പഠിപ്പിക്കാൻ പറ്റില്ല, അവർ കഥകളിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് രാമായണത്തിന്റെയൊക്കെ മഹത്വം. കഥകളിലൂടെ നമുക്ക് പലതും, എത്ര ഡൈവേർഷൻ ആണെന്നറിയോ രാമായണത്തിന്. നമ്മളിങ്ങനെ ആഴത്തിലേക്ക് ആണ്ട് മുങ്ങുമ്പോ പുറത്തൊന്നും കാണാൻ പറ്റില്ല. ബാഹ്യമായിട്ട് പിന്നെ സഹോദരങ്ങളുടെ കഥയാണ്, യുദ്ധത്തിന്റെ കഥയാണ്, ദേവാസുരന്മാരുടെ കഥയാന്നൊക്കെ പറയും. പക്ഷെ ഡെപ്ത്, അതുകൊണ്ടല്ലേ ഈ രാമായണം പോലുള്ള സാധനങ്ങള് ഈ ലോകത്തിലെ എല്ലാ ഭാഷകളിലും അറബിലടക്കം വരാൻ കാരണം അതല്ലേ.
ഭാഗവതത്തോളം തന്നെ, അല്ലെങ്കിൽ ഭാഗവതത്തെക്കാൾ കൂടുതൽ രാമായണം പ്രചരിക്കാനുള്ള കാരണം അതാണല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ചിത്രഗുപ്തന് ആനുഷംഗികമായിട്ട് ചിത്രഗുപ്തനെ വന്ന സമയത്ത് ഈ കഥ കൂടി പറഞ്ഞു എന്ന് മാത്രം. കാരണം നമ്മളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പലയിടത്തും സംസാരിക്കുന്നവരും മക്കളെ വളർത്തുന്നവരും ഒക്കെ ആണല്ലോ. അപ്പൊ ഇത് മനസ്സിൽ വെച്ചാൽ നന്നു. കാരണം അവനവന്റെ വീട്ടില് പറയും ചെയ്യാം. നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഇങ്ങനെ ഏഷ്ണിയും പരിദൂഷണവും വീട്ടിൽ നടക്കുമല്ലോ. വീട്ടിലും കൂട്ടത്തിലും സുഹൃത്ത് ബന്ധത്തിലൊക്കെ നടക്കുമല്ലോ. അപ്പൊ നമുക്കത് ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യാവുന്ന ഒന്നാണ്. അവരോട് അയ്യോ അങ്ങനെ പറയാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കഥയാണ് പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ എൻ്റെ മക്കൾക്ക് ഇതാണ് സ്ഥിരം പറഞ്ഞു കൊടുക്കാറ്. അപ്പോ മുസ്ലിം കുട്ടികളുണ്ടാവും ചിത്രഗുപ്തർക്ക് കേൾക്കാനൊക്കെ ഇഷ്ടാട്ടോ. അവർക്ക് മൂല്യം അവർക്ക് കുറച്ചും കൂടി കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. കാരണം അവർക്ക് മതവിദ്യാഭ്യാസം കിട്ടുന്നുണ്ടല്ലോ. ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഖുറാൻ നല്ല പുസ്തകം കേട്ടോ. അതിലൊന്നും ഈ കാണുന്ന വൃത്തികേടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ജീവിതം എങ്ങനെയെന്ന് കൃത്യമായിട്ട് പറയുന്ന പുസ്തകം. ബാക്കിയൊക്കെ ഇവരുണ്ടാക്കിയതാ. അപ്പൊ അത് പോട്ടെ. അപ്പോ അടുത്ത ഇനി എന്താണ് നമ്മുടെ ശ്ലോകത്തിലേക്ക് കടക്കാം. എഴുത്തച്ഛൻ പറയണു, ദേഹിക്ക് യാതനാദേഹത്തില് ആ കർമ്മഫലം അനുഭവിക്കണം. അതിനുശേഷം സത്കർമ്മങ്ങളുടെ തോത് അനുസരിച്ച് ഉദ്ഗതി കിട്ടും എന്നാണ് പറയുന്നത്. മനുഷ്യൻ പരിപൂർണതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് പല പടികൾ കടക്കണം. ആ പടി നമുക്ക് ജീവിച്ചിരുന്നോണ്ട് തന്നെ കടക്കാം, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടും കടക്കാം. പക്ഷെ മരിച്ചു പോയിട്ട് കടക്കണമെങ്കിൽ ആ പ്രവേശന കവാടത്തിൽ എത്തണമെങ്കിൽ മിനിമം പാസ് മാർക്ക് വേണം. അതുണ്ടാക്കാനാണല്ലോ ഇപ്പൊ നമ്മൾ ശ്രമിക്കുന്നത്. മിനിമം പാസ് മാർക്ക് ഇല്ലാതെ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം കിട്ടില്ലല്ലോ. ഫുള്ള് 0 വാങ്ങിയാൽ അല്ലെങ്കിൽ ഡിഗ്രേഡ് വാങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, താഴത്ത് കിടക്കണം. പിന്നെ എത്ര കണ്ട് തുഴഞ്ഞാലാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഈ നമ്മുടെ ആത്മാവിന്റെ കർമ്മബന്ധം വിട്ടിട്ട് ഉള്ള വികാസ ദശകൾ കടക്കണം. ആ വിവിധ ശ്രേണി വിവിധ ലോകമായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് പണ്ടത്തെ അല്ലേ, പുരാണല്ലേ. ഇന്നിപ്പോ നമ്മള് പരമഹംസ യോഗാനന്ദനെയും ബാബാജിനെയും മോഹൻജിനെയും ശ്രുതിബാബേനെയും ഒക്കെ വായിക്കുമ്പോ ഈ ലോകമൊന്നും പ്രത്യേകിച്ചൊരു സംഭവമല്ല എന്നും ഫ്രീക്വൻസികളാണെന്നും ആ ഫ്രീക്വൻസികളില് നമ്മള് മറ്റേ ശരീരം, അപ്പുറത്തെ കാരണ ശരീരവും മനോമയ ശരീരത്തിലൊക്കെ കോശത്തിലൊക്കെ നമ്മൾ ഇത് അനുഭവിച്ചു വിടുകയാണെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ പണ്ട് ഉള്ളത്. അപ്പൊ ഇതൊക്കെ ലോകമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ പോലെ അവിടെയും ജീവിക്കുക എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ഇപ്പത്. ഭാഗവതവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പറയുമ്പോൾ വേറൊരു ലോകം ഉണ്ടെന്നും അവിടെ സുഖദുഃഖങ്ങൾ ഉണ്ടെന്നും അവിടെ സന്തോഷം ഉണ്ടെന്നും അവിടെയും കൊട്ടാരവും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഒരു കുറച്ചും കൂടി ഒരു ലെവൽ ഹയർ ആവുമ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുക വേണ്ടു. അപ്പോ അതുകൊണ്ട് തന്നെ വിവിധ ശ്രേണി വിവിധ ലോകമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ഈ ലോകത്തിൽ കഴിയുന്ന ആളുകള് അവരുടെ സംസ്കാരത്തിന്റെ നില അനുസരിച്ചിട്ട് വിഭിന്ന ശ്രേണികളിൽ നിൽക്കുന്നവരാണ്. നമ്മൾ പറയുമ്പോൾ ഫ്രീക്വൻസികളിൽ. ഇവിടെ ദേവാസുരന്മാരെയും ഉപദേവന്മാരെയും ഒക്കെ നമുക്ക് കാണാം. ആ ലോകങ്ങൾ അദൃശ്യ ലോകമാണ്. 7ഉം 14ഉം 49ഉം ഒക്കെ ആയിട്ട് 7ന്റെ ഗുണിതങ്ങളായിട്ടും സ്വർഗഭൂമി പാതാളം, സ്വർഗം ഭൂമി പാതാളം എന്ന് 3ആയിട്ടും ലോകങ്ങളുടെ എണ്ണം പുരാണങ്ങളിൽ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ തന്നെ ലൗകികമായ ബന്ധം വിട്ട് ഉയർന്നെത്തുന്നതും ലൗകിക സുഖാസക്തി ഏറി ഏറി താഴ്ന്നു ചെന്ന് ചേരുന്നതുമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ ലൗകികമായിട്ടുള്ള ബന്ധമൊക്കെ നമ്മൾ വിടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞ ഒരു ഭാരവും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മളിങ്ങനെ ഉയർന്ന് ഒരു ഇതും ഇല്ലാത്ത അപ്പൂപ്പൻ താടി പോലെ പറന്നു പോകാം. കുറേ ഫ്രീക്വൻസി കട്ടി നമ്മൾ കൊണ്ടുപോവാണ്. എന്താണ്? എനിക്ക് ചായ കുടിക്കണം, എനിക്ക് പഴം തിന്നണം, എനിക്ക് പായസം കഴിക്കണം, എനിക്ക് ചിക്കൻ ബിരിയാണി തിന്നണം, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം ഇനിയും ജീവിക്കണം, എനിക്ക് എൻ്റെ മക്കളെ കെട്ടിപ്പിടിക്കണം, എനിക്ക് എൻ്റെ കാമുകന്റെ കൂടെ പറന്നു നടക്കണം, എനിക്ക് വലിയ അധികാര ശ്രേണിയിൽ പ്രൊഫസർ ആവണം, എനിക്ക് ഒരു 250 പുസ്തകം കൂടി എഴുതണം, എനിക്ക് ലോകം മുഴുവൻ പ്രസംഗിച്ച് നടക്കണം, എനിക്ക് ലോകത്തിനെ മുഴുവൻ മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കണം. അതും പ്രശ്നമാണ്. ഉണ്ടോ? അത് എനിക്ക് എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് നേരേക്കണം. എനിക്ക് എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് അവരെ ശരിയാക്കി അവരെ നന്നാക്കി വിടണം. ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹം ഉണ്ടല്ലോ. ഇതിന്റെയൊക്കെ മേലെ നമ്മളുണ്ട് കെട്ടി മറിഞ്ഞാല് അപ്പൂപ്പൻ താടിയുടെ അടിയിലുള്ള ആ ഒരു മണി ഉണ്ടല്ലോ, വിത്ത്, അതിന് കിലോ കണക്കിൽ ഇരുമ്പിന്റെ ഭാരം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉയർന്നു പൊങ്ങാൻ പറ്റില്ല. താഴ്ന്ന ലോകത്തിലേക്ക് നമ്മൾ പോകും. പിന്നെ ഉയരണമെങ്കിൽ അതൊക്കെ കെട്ടിപ്പെറുക്കി ഓരോന്നായിട്ട് കളയണം. അത് അലിയിപ്പിച്ച് കളയാൻ വളരെയധികം
പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോ ദേഹിയോട് കൂടിയ ദേഹത്തിന് വന്നു ചേരുന്ന കൗമാരാദികൾ പോലെ സൂക്ഷ്മ കാരണദേഹങ്ങളോട് ചേർന്ന ദേഹിക്കും പല അവസ്ഥകൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോ നമ്മളൊരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇങ്ങനെ കടക്കേണ്ടത് പോലെ തന്നെ സൂക്ഷ്മ കാരണദേഹങ്ങളോട് കൂടിയിട്ട് നമ്മൾ മരിച്ചു പോവില്ലേ? പല അവസ്ഥകളും വേണം. അപ്പൊ ആദ്യത്തെ അവസ്ഥയിലാ നമ്മള് എന്ത് കൊടുക്കണത്? ഇപ്പൊ പിതൃയജ്ഞത്തിലൊക്കെ കുഞ്ഞുങ്ങളാ മരിച്ചു പോയെങ്കിൽ എങ്ക് കുറുക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാന്നാണ് ആരും പറഞ്ഞതല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളത് മീനാണ് ചോദിക്കണമെങ്കിൽ മീൻ തന്നെ നമ്മൾ കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ട വെച്ചാലും നമ്മൾ ചെയ്യേണ്ടി വരും ചിലപ്പോഴൊക്കെ. ഉണ്ണിയപ്പം വേണമെങ്കിൽ അത് വേണം, എന്താ അവർക്ക് ഇഷ്ടമെന്ന് പറയും. അത് ഇന്നും വന്നിരുന്നു ട്ടോ, ഇന്ന് രാവിലെയും വന്നിരുന്നു. അപ്പോ ചിലരൊക്കെ വേണ്ടപ്പെട്ടവര്. അപ്പോ നമ്മള് അതിനനുസരിച്ച് നമ്മൾ അവരുടെ ആദ്യത്തെ ആ ലെവലിൽ കൊടുക്കണേ. പിന്നെ മരിച്ചു കുറെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരോട് നമ്മൾ പറയാണല്ലോ നിങ്ങൾ ശരീരമില്ല എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ കഴിഞ്ഞു പോകുമ്പോ പിന്നെ അവർക്ക് അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. പിന്നെ മതിയെന്ന് ചിലപ്പോ വന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ വേറെ വേറെ ലോകങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കണം. അപ്പൊ അവരെ പറഞ്ഞയക്കുന്നത് ഇപ്പൊ നമ്മളാണ്. നമ്മളെ പറഞ്ഞയക്കാൻ ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ അതിനുള്ള പണി എടുത്തു വെക്കണം. അപ്പോ പല അവസ്ഥകളും തരണം. ആ അവസ്ഥകള് ആ സൂക്ഷ്മ ലോകങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ കനക്കുറവ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി വെക്കണം. ഒക്കെ ഒരു ചെറു ചിരിയോടെ സാക്ഷിഭാവത്തിൽ കണ്ടാൽ മതി. അപ്പോ അങ്ങനെ ആവണം എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായി പറഞ്ഞാല് എഴുത്തച്ഛൻ പറയുന്ന. ഒരു കോള് വരുന്നുണ്ടേ, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. നോക്കൂ, പിന്നെ ഈ സൂക്ഷ്മലോകം എന്താണത്രേ? നമ്മുടെ അന്ധകരണത്തിലെ മണ്ഡലങ്ങൾ തന്നെയാണ്. അന്ധകരണം 4 ഉണ്ട്. 4 തന്നെ വ്യക്തികൾ തമ്മിലുള്ള പ്രത്യേകത വെച്ചിട്ട് എത്രയോ തരമായിട്ട് തിരിയും. എത്ര അല്ലെ? ബഹുജനം പലവിധം. അത് തന്നെ ഒരാളുടെ ഉള്ളിൽ തന്നെ എത്ര വ്യക്തികളുണ്ട്. ചിത്രഗുപ്തൻ ഒരിടത്തിരുന്ന് പുണ്യപാപം കുറിക്കുന്നു. ധർമ്മരാജാവ് പരേതന്റെ പുണ്യപാപങ്ങൾ വായിച്ചു കേട്ട് പാപത്തിന് തക്ക ശിക്ഷ ദേഹിക്ക് നൽകുന്നു. ഇത് പ്രതിരൂപാത്മകമായിട്ടുള്ളൊരു സങ്കല്പമായിരിക്കണം. അത് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൽ എന്താ അത്രേ നമ്മുടെ പരമഹംസ യോഗാനന്ദന്റെ പുസ്തകത്തില് ലാഹിരി മഹാശേന അല്ലെ, അത് യുക്താന്തഗിരി ഓർമ്മയില്ല, വന്നിട്ട് പറയണ്ടല്ലോ പരമഹംസനോട് എന്താണ് മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ നിരവധി യൂട്യൂബിലും കാണുന്നുണ്ടല്ലോ പലരുടെ അനുഭവങ്ങള്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ജന്മങ്ങൾ മുഴുവൻ കാണുകയാണല്ലോ. എന്നിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള തെറ്റുകള് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അത് തിരുത്താൻ വേണ്ടിയിട്ട് അടുത്ത ജന്മം എടുക്കുകയാണല്ലോ പിന്നെ ചെയ്യുന്നത്. അതിന് തക്ക ഗർഭപാത്രത്തിലേക്ക്, അതിന് തക്ക അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്, അതിന് തക്ക സ്ഥലത്ത് വീണ്ടും ജനിച്ചിട്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് വീണ്ടും പോവുകയാണല്ലോ ചെയ്യണത്. പക്ഷെ എന്താ പാകപ്പിഴ പറ്റുന്ന വെച്ചാല് വന്നു കഴിഞ്ഞാൽ പിന്നെ ജനിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഓർമ്മ ഉണ്ടാവും അത്രേ, ബാല്യത്തില് ശിശു ആവുമ്പോ. അത് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മറക്കൂത്രേ. എന്നിട്ട് പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ദുഷ്ടത്തരങ്ങള് ചെയ്യും, സ്വാർത്ഥത്തിൽ മുങ്ങും, ദുഷ്ടത്തരങ്ങളൊക്കെ ചെയ്യും. ക്രോധം, ലോഭം, കാമം ഒക്കെ വന്നിട്ട് നമ്മൾ കൊളാക്കും. പിന്നെയും കുറെ ബാണ്ടക്കെട്ടായിട്ട് പോവും, പിന്നെയും വരും. ഇങ്ങനെയാണ് അത്രേ ജന്മ ചക്രം. പിന്നെ അവിടെ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഓർക്കുള്ളൂ. ഇത് സത്യമാണ് കേട്ടോ. എനിക്ക് പിതൃയജ്ഞം ചെയ്യുമ്പോൾ പലരും വന്ന് പല കാര്യങ്ങളും പറയാറുണ്ട്. അത് എൻ്റെ ഒരു അനുഭവമാണ്. നമ്മളിപ്പോ ഇവിടെ അത് പറയണ്ട, ഒക്കെ എഴുതാം ഞാൻ എന്തെങ്കിലുമൊക്കെ. ഇത് പിന്നീട് നമുക്ക് വായിക്കാം. സമയമില്ല, അതാ ബുദ്ധിമുട്ടൊക്കെ പറയാന്നല്ലതൊക്കെ മറന്നു പോവാണ്. അപ്പോ എന്താ പറഞ്ഞു വന്നത്? അങ്ങനെ വരുമ്പോ ഈ ചിത്രഗുപ്തനും ധർമ്മപതിയും ഒക്കെ പുണ്യപാപങ്ങളുടെ ചിത്രഗുപ്തനും ധർമ്മപതിയും പുണ്യപാപങ്ങളുടെ കണക്ക് കുറിക്കൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിനെ ഒരു വൃത്തമായിട്ട് സങ്കല്പിക്കുക. ആ വൃത്തത്തിന്, ആ വട്ടത്തിന് 4 ഭാഗങ്ങളുണ്ട് എന്ന് കരുതുക. അവ ക്രമേണ സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്ന് നമുക്ക് തിരിക്കാം. ജീവിതത്തെ 4ആയിട്ട് തിരിക്കുമ്പോൾ 2 അച്ചുതണ്ടും 4 ധ്രുവവും കിട്ടും. ഈ ജീവിതത്തിന്റെ ധനാത്മകമായിട്ടുള്ള ധ്രുവമാണ് ബാഹ്യലോകം. അതിന്റെ ഋണാത്മകമായിട്ടുള്ള ധ്രുവമാണ് സൂക്ഷ്മലോകം. സ്ഥൂല ലോകം സൂക്ഷ്മലോകത്തിന്റെ ഒരു പതിപ്പാണ്. അഥവാ കൂടുതൽ സത്യമായിട്ടുള്ളത് ഋണാത്മകമായിട്ടുള്ള ധ്രുവമാണ്. ബാഹ്യപ്രപഞ്ചമായിട്ട് അതിലെല്ലാ വസ്തുക്കളും കർമ്മങ്ങളുമായി പ്രകാശിക്കുന്ന ചിത്തവൃത്തി ഉണ്ടല്ലോ,
അത് ആഭ്യന്തരാണ്. എന്ന് പറഞ്ഞാൽ സൂക്ഷ്മദേഹത്തിലെ ദേഹിയുടെ വികൽപ്പങ്ങളും സങ്കല്പങ്ങളുമാണ് സ്ഥൂലലോകം. ഈ പറഞ്ഞ തന്നെയാണ് പറയുന്നത്. സൂക്ഷ്മദേഹത്തിൽ ദേഹി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷ്മദേഹാവും. ആ ദേഹി എന്ത് ചെയ്യും? കുറെ വികല്പങ്ങളും സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കും. ആ സങ്കല്പങ്ങൾക്കും വികല്പങ്ങൾക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ വന്നാല് ജോലി ചെയ്യുക. വന്ന എല്ലാം നമ്മുടെ ഇണയെ കണ്ടെത്തുക, തുണയെ കണ്ടെത്തുക, മക്കളെ കണ്ടെത്തുക, അതൊക്കെ അവിടുന്ന് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒക്കെ നമ്മൾ അവിടുന്നാണ്. നമ്മൾ കർമ്മഫലമായിട്ട് നമ്മുടെ ചിന്തകളുടെയൊക്കെ ഫലമായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിൽ ആശയരൂപത്തിൽ കുറിക്കപ്പെടുന്നതൊക്കെ എന്താണ്? ചിത്രഗുപ്തന്റെ കണക്കെഴുത്താണ്. വേറൊരു ചിത്രഗുപ്തനൊന്നുമല്ല. നമ്മുടെ ഉള്ളില് അവിടെ പോയാൽ ആശയരൂപത്തിൽ ഉണ്ടാവില്ലേ, അതിനെയാണ് ചിത്രഗുപ്തന്റെ കണക്കെഴുത്ത് എന്ന് പറയുന്നത്. അവിടെ കുറിക്കുന്ന ഒന്നും വെളിയിൽ കാണില്ല. ഗുപ്തം എന്ന് പറഞ്ഞാല് ഗോപനം ചെയ്യപ്പെട്ടത്, മറിച്ചത് എന്നാണ്. ചിത്രഗുപ്തൻ ഗോപനം ചെയ്യപ്പെട്ട, മറയ്ക്കപ്പെട്ട ചിത്രങ്ങൾ. നമുക്കറിയാൻ കഴിയില്ലല്ലോ അത് നമ്മൾ അവിടെ പോയി എന്തൊക്കെയാ തീരുമാനിക്കുന്നുള്ളത്. അതാണ് അത്. നമ്മുടെ ബോധതലത്തിലെ വികല്പങ്ങൾ തന്നെയാണ് ചിത്രഗുപ്തന്റെ ലിഖിതങ്ങൾ എന്ന് വരും. ഇനി ധർമ്മപതി ആരാണ്? അത് യമധർമ്മനാണ്. ധർമ്മരാജാവ്, സൂര്യപുത്രൻ എന്നൊക്കെ ധർമ്മപതിക്ക് പേരുണ്ട്. ധർമ്മത്തിന്റെ പതിയാണ് ധർമ്മപതി. ധർമ്മം എന്താണ്? ധാരണാത് ധർമ്മ വിദ്യാഹോ ധർമ്മോദാര യതി പ്രജ എന്ന് മഹാഭാരതം ധർമ്മത്തെ പറയുന്നു. ധരിക്കുന്നതാണ് ധർമ്മം. ആരെ ധരിക്കുന്നു? ഈ ചരാചരാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ ധരിക്കുന്നതാണ് ധർമ്മം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒന്നാണെന്നുള്ള അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി അന്തർവികാസം കൈവരുത്തുന്ന ആത്മഗുണങ്ങളുടെ സമവായമാണ് ധർമ്മം. ഞാനിവിടെ കുറച്ച് ചോറും കറിയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്റെ കുട്ടി എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്. ചില കുട്ടികള് അവര് വരുമ്പോ മാത്രം എടുത്തു കൊടുത്തു. എന്റെ കാക്കക്കുട്ടി വരും, എന്റെ പട്ടിക്കുട്ടി വരും, വേറെ ഏതൊക്കെയോ കുട്ടികൾ വരും. അവർക്കൊന്നും അതൊന്നും എന്റെ കുട്ടിയല്ലല്ലോ, അവരൊക്കെ അവരെ വീട്ടിൽ നിന്ന് പോയി തിന്നോട്ടെ എന്ന് വിചാരിക്കുമ്പോ ഈ പ്രപഞ്ചം ഞാൻ ഒന്നെന്ന് വിചാരിക്കുന്നില്ല. എനിക്ക് പിന്നെയും മാറാപ്പ് കെട്ടിക്കൊണ്ടുപോകേണ്ടി വരും. അതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഒന്നാണ്. ഒരു ചെടി വാടി നിൽക്കുന്നുണ്ട്, അതിന് ഇത്തിരി വെള്ളം ഒഴിക്കട്ടെ എന്ന് തോന്നുമ്പോൾ പോലും അതും ഞാനും തമ്മിൽ ഒന്നായിട്ട് മാറണം. അതാണ് മഹാഗുരുക്കന്മാരുടെയൊക്കെ ഗുണം. അവരങ്ങനെ ചെയ്യുകയും ചെയ്യും, ആചരിച്ച് കാണിക്കും, നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാറ്റിനെയും ഒന്നാണെന്ന് കാണിച്ചു തരുന്ന ബോധം, ആ ബോധമാണ് ധർമ്മത്തിന്റെ പതി. ഇനി ചിത്രഗുപ്തനാരാ വീണ്ടും പറയാണ്, ജീവിതത്തിന്റെ ഋണാത്മകമായ ധ്രുവത്തില് അടിഞ്ഞുകൂടുന്ന ആശയങ്ങളെയും ചിന്തകളെയും വികാരങ്ങളെയും സത്തുക്കളായിട്ട് നന്നാക്കിയിട്ട് മാറ്റുന്ന ബുദ്ധിയാണ് ചിത്രഗുപ്തൻ. സത്ത് അസത്ത് എന്നിവ തമ്മിലുള്ള വിവേചനത്തില് അസത്തിനെ പറ്റി ബോധമുണ്ടായിട്ട് നമ്മൾ തപിക്കും. ആ പാപത്തിന് ധർമ്മദേവൻ വിധിക്കുന്ന ശിക്ഷയാണ്. നമ്മൾ കുറെ അസത്തുക്കൾ ചെയ്തു പോവുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് അയ്യോ ഞാൻ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് തപിക്കൂലോ, പശ്ചാത്താപം ഉണ്ടാവൂലോ. അതിന് നമ്മൾ തന്നെ ശിക്ഷ വിധിക്കുകയാണ്. അതാ നമ്മുടെ ഉള്ളിൽ തന്നെ ധർമ്മദേവൻ ഇരുന്നിട്ട് വിധിക്കുന്ന ശിക്ഷയായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി എന്താണത്രേ വാസന എന്ന് പറഞ്ഞത്? സത്ത് ചിന്തയുടെയും അസത്ത് ചിന്തയുടെയും സാരമാണ് സംസ്കാര രൂപേണ വാസനയായി തീരുന്നത്. നല്ല ചിന്ത ചീത്ത ചിന്ത. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമല്ലോ, പ്രത്യേകിച്ച് കുട്ടികള്, ആരാണെങ്കിലും ഇറങ്ങുമ്പോ എന്ത് കാണും? കുഴിമന്തിയുടെ വലിയ ചിത്രം, ഐസ്ക്രീമിന്റെ വലിയ ചിത്രം, ഇതിങ്ങനെ കാണിച്ചിട്ട് പ്രലോഭിപ്പിക്കുക. അപ്പൊ ഇതിങ്ങനെ കാണുമ്പോ, ചിത്രം കാണുമ്പോ എന്താ തോന്നുക? ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നാവില് വെള്ളം ഊറാൻ തുടങ്ങും. ഈ ഹോട്ടലുകളിലേക്ക് പരസ്യം, മസാല ദോശ ആയാലും കുഴപ്പമൊന്നുമില്ല, ഈ നാവില് വെള്ളം ഊറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാസന പതുക്കെ അങ്ങോട്ട് കയറും. എന്നിട്ട് കയ്യിലുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാശൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ തിന്നിട്ട് വയറൊക്കെ കേടാക്കും. അപ്പൊ എന്തായി? ഒരു പ്രാവശ്യം തിന്നു, അടുത്ത പ്രാവശ്യം അതിയെ പോകുമ്പോ വീണ്ടും നമുക്ക് അത് തിന്നാൻ തോന്നും, അത് വീണ്ടും തിന്നും. അങ്ങനെ തിന്ന് മതിയാവാതെ നമ്മൾ മരിക്കാൻ കിടക്കുമ്പോഴും അയ്യോ ഇന്ന കടയത്തെ മസാല ദോശ, അല്ലെങ്കിൽ ഇന്ന കടയത്തെ കുഴിമന്തി, അല്ലെങ്കിൽ ഇന്ന കടയത്തെ ചായ, ഇത് പ്രബലമായിട്ടുള്ളൊരു വാസനയായിട്ട് രൂപപ്പെടും. മോഹൻജി എത്രയോ തവണ പറഞ്ഞതാ,
ഞാൻ ഏത് ടോക്കിലാ പറഞ്ഞതെന്ന് അറിയില്ല. എന്റെ ബന്ധു പൊള്ളാച്ചിത്തെ ദേവിയുടെ ഇഡ്ഡലി വേണം എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കിടക്കുമ്പോ കരഞ്ഞ കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇതാണ്. അതുകൊണ്ടാണ് കാശി പോകുമ്പോ നമുക്ക് പ്രബലമായിട്ടുള്ള രുചി കളഞ്ഞു പോരുന്നത്. വേറൊന്നും പറയുന്നില്ല. ബാക്കിയെല്ലാം പോകും. ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ഒരു പരിധി കഴിഞ്ഞാൽ പോകും. നമുക്ക് സാരിയോടുള്ള, മാലയോടുള്ള, വസ്ത്രാഭരണങ്ങളോടുള്ള, ബന്ധങ്ങളോടുള്ള ഒക്കെ, മക്കളോട് പോലും നമുക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയും. ഭർത്താവിനോട്, അമ്മയോട്, അച്ഛനോട് ഒക്കെ ഡിറ്റാച്ച്ഡ് ആവാം. സുഹൃത്തുക്കളോടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിറ്റാച്ച്ഡ് ആവാം, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആവാം. അതിനൊക്കെ സാധിക്കും, പ്രത്യേകിച്ച് പ്രായമായി വരുമ്പോൾ. പക്ഷെ ഈ രുചി ഉണ്ടല്ലോ, അതിനോട് ഡിറ്റാച്ച് ആവണമെങ്കിൽ നമ്മൾ കരുതിക്കൂട്ടി ശ്രമിക്കന്നെ വേണം. അപ്പോ ഈ വാസന കൊണ്ടുപോക്കും. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, മസാല ദോശ തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ജനിച്ചു വരികയും ചെയ്യും. മദ്യം അതിന് ഉദാഹരണമാണ്. ചായയും മസാല ദോശയൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. മദ്യവും മയക്കുമരുന്നും പുകവലിയൊക്കെ അതിന് ഉദാഹരണ. ജന്മങ്ങളോളം ഇതിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും, പറയത്തക്ക അടിയൊന്നും കിട്ടിയില്ലെങ്കിൽ. അതാണ് യോഗി, എൻ്റെ ഒരു സുഹൃത്ത് ഗുരു ഉണ്ടായിരുന്നു, യോഗി ബേബി മംഗൾ. അദ്ദേഹം പറയും മദ്യപാനികളൊക്കെ, അദ്ദേഹം ഈ കുറെ ഇതിൽ റിസർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അദ്ദേഹം പറയും മദ്യപാനികളൊക്കെ അദ്ദേഹത്തിന് ആർത്തി പിടിച്ചിട്ടാണല്ലോ മരിച്ചു പോവുക. അവര് വീണ്ടും മരിച്ചു കഴിഞ്ഞാലും പോവുത്ര മദ്യഷാപ്പിന്റെ അടുത്തൊക്കെ, പരിചയമുള്ളടത്ത്. എന്നിട്ട് പോയിട്ട് ദേഹമില്ലല്ലോ, കുടിക്കാൻ പറ്റില്ലല്ലോ, കൊതി ഉണ്ടേനും. അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ ശരീരമില്ല എന്ന് മനസ്സിലാവും. പിന്നെ അവർ ഈ വാസന ക്ഷയിക്കാതെ വരും. ചെറുപ്പം മുതൽക്കേ വീണ്ടും കുടിച്ചു തുടങ്ങും. എന്തൊരു ദുരിതമല്ലേ? അപ്പൊ ബോധപൂർവം കുടി നിർത്തി അതിന്റെ തിക്തഫലങ്ങൾ, ശരിക്കും കുടിയന്മാരൊക്കെ അടി കിട്ടുന്നത് നല്ലതാ. അവർക്ക് അതോടുകൂടി കുടി നിർത്താൻ, അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നിട്ടൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ തൊട്ടടുത്ത വീട്ടില്, ഫ്രണ്ടല്ല സഹപാഠിയായിരുന്ന, ഏറ്റവും മിടുക്കനായിരുന്നു സുനില് എന്തായിരുന്നു പൊസിഷൻ? കുഴല് കുടിച്ച് നാശായി. പക്ഷെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടൊരു നല്ല ഭാര്യയെ കിട്ടി. അവള് പൊന്നുപോലെ നോക്കണ്ട, നടക്കാനും കൂടി വയ്യ. ഇനി കുടിക്കാതിരുന്ന അവൻ അടുത്ത ജന്മം കുടിക്കാതെ കഴിയാം, അല്ലെങ്കിൽ അവൻ വീണ്ടും കുടിച്ച് മരിക്കും. അപ്പോ ഇതാണ് വാസനയുടെ ബലം. ഇത് കൊണ്ടുപോകും. എളുപ്പല്ല ഓരോ വാസനയും മാറ്റാൻ. ഇപ്പൊ സെക്സിനോടൊക്കെ അമിതമായ താല്പര്യമുള്ള ആൾക്കാരെ പറ്റി കേട്ടിട്ടില്ലേ? അവര് അതങ്ങോട്ട് വയസ്സായാലും അതങ്ങോട്ട് അവസാനിക്കാതെ പിന്നീടുള്ള ജന്മം അവര് നായൊക്കെ ആയിട്ട് ജനിക്കത്രേ. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ജനിക്കും. എന്ത് മോശമല്ലേ? അപ്പോ അങ്ങനെയുള്ള വാസനകളൊക്കെ, അതുകൊണ്ടാണ് ബ്രഹ്മചര്യം ശീലിക്കണം, വ്രതങ്ങൾ എടുക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്, നമുക്ക് വേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു കാലം കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ത്രാണി ഇല്ലെങ്കിൽ ഇതൊക്കെ ജീവിതത്തിൽ പ്രശ്നമായിട്ട് വരും. ഇതിന്റെയൊക്കെ കടം തീർത്തിട്ട് തന്നെ നമുക്ക് ബ്രഹ്മരൂപത്തിലേക്ക് അലിയാൻ ആയിട്ട് സാധിക്കുള്ളൂ. ഇനി വികാസം അല്ലെങ്കിൽ ചുരുക്കം, അത് വ്യാവഹാരികം മാത്രമാണ്. കാരണം പറയുമ്പോൾ മാത്രമാണ്, അല്ലാതെ നിർഗുണമായിട്ടുള്ള ആത്മാവിനെ ഒന്നും തന്നെ ബാധിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും നിർഗുണമായിട്ടുള്ള ആത്മാവാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഇതൊന്നും ബാധിക്കില്ല. അപ്പൊ ഒരു നേരം കള്ളുടിച്ചു വെച്ചാലും, ഒരു നേരം വേറൊന്ന് കഴിച്ചു വെച്ചാലും, ഇത് ശരീരമാണ്, ഞാൻ അല്ല കഴിക്കണമെന്ന് വിചാരിച്ചാൽ മതി എന്നാണ് പറയാ. അതുകൊണ്ടാണ് രമണ മഹർഷി 4 ആളെ കൊന്നിട്ടുള്ള ഒരാൾ ചെന്നപ്പോ അയാളോട് പറഞ്ഞ, നീ ഒന്നും കൊന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാൻ പറഞ്ഞത്. അപ്പോ ഇതിന്റെ തുടർച്ചയാണ്, ധർമ്മരാജാവ് എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ് ഹരിനാരായണൻ തന്നെ ശരണമായി തീരണമെന്നാണ് പ്രാർത്ഥന. എന്ന് പറഞ്ഞാല് ബോധമണ്ഡലത്തില് അസത്തിന്റെ സ്വീകാരങ്ങളും വിചാരങ്ങളും വേർതിരിഞ്ഞു നിൽക്കുമ്പോ അവയെല്ലാം മാറ്റിയിട്ട് കേവല ബോധമായ ഹരി തന്നെ അനുഭവവിഷയമായിട്ട് നിൽക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ കുറെ സത്വം ഉണ്ടാവും, കുറെ അസത്വം ഉണ്ടാവും. അപ്പോ നമ്മള് സത്വം ചിന്തിക്കണ്ട, അസത്വം ചിന്തിക്കണ്ട, രണ്ടിനെയും മാറ്റിയിട്ട് നമ്മള് സർവത്ര ഹരിചിന്തനം, ഹരിയെ മാത്രമായിട്ട് ചിന്തിക്കണമെങ്കിൽ എന്ത് വേണം? അത് ഹരിയോട് പറയാ, അല്ലയോ ഭഗവാനെ, എനിക്ക് ബാക്കിയൊന്നും വേണ്ട, എനിക്ക് നിന്നെ മാത്രം ചിന്തിച്ചാ മതി എന്ന് പറയണം. ഇവിടെ വരുന്നത് സഗുണാരാധനയുടെ പരമകാഷ്ഠയില് നിർഗുണാരാധനയിലേക്ക് ചെല്ലും. ഗുരുവായൂരപ്പ, എനിക്കൊന്ന് കാണണല്ലോ, കണ്ണ എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണല്ലോ, കണ്ണ എനിക്കൊന്ന് വെണ്ണ തരണല്ലോ, കണ്ണ എനിക്കൊന്ന് പാൽപ്പായസം തരണല്ലോ, ഇങ്ങനെ പറഞ്ഞ് 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 കണ്ണ 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 പറഞ്ഞ മാത്രമായിട്ട് പിന്നെ മാത്രമായിട്ട് പിന്നെ ഒന്നുമില്ലാതെ ശൂന്യമായിട്ട് മാറും.
ആ ഒരു സ്നേഹവും ആ ഒരു ബാക്കി എല്ലാ സംഭവവും ഒരൊറ്റ ആനന്ദത്തിലേക്ക് പതുക്കെ അങ്ങോട്ട് മാറുന്നത് കാണാം. അപ്പൊ നിർഗുണാരാധനയിലേക്ക് എത്തുക. ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, അറിയാതെ സംഭവിക്കുന്നതാ. അപ്പൊ എന്ത് ചെയ്യും? നല്ല വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഒരു വ്യക്തി സമഷ്ടി ബോധമായിട്ട് മാറും. അതുവരെയുള്ള ഉത്കൃഷ്ടമായ അവസ്ഥയെ കൂടി ഈ ശ്ലോകം പറയുന്നുണ്ട് എന്ന് ആണ് സൂചിപ്പിക്കുന്നത്. ഗംഭീര ശ്ലോകമാണ്. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യതകിരം കേട്ട് ധർമ്മപതി, ചിത്രഗുപ്തന് ഞാൻ തന്നെ, ധർമ്മപതി ഞാൻ തന്നെ, എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണുമളവ്. എന്റെ പക്കലുള്ളത് കാണും എന്നൊക്കെ ഉള്ളതിനൊക്കെ ആണ് ഇപ്പൊ വ്യാഖ്യാനം പറഞ്ഞത്. കാണാന്നൊക്കെ വരുമ്പോ നമ്മൾ അനലൈസ് ചെയ്യാന്നുള്ളതാണ് അർത്ഥം. എന്റെ പക്കലുള്ള ദുരിതവും ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കി കാണുന്ന അളവ് അല്ലയോ അംഭോരുഹാക്ഷ. ആ വാക്ക് ഇതിൽ വ്യാഖ്യാനിച്ചിട്ടില്ല കേട്ടോ. അംഭോരുഹാക്ഷൻ, താമരക്കണ്ണൻ, താമരയുടെ ഉള്ളിലാ മൂപ്പര് നിൽക്കുന്നത്. താമരയുടെ ഇതള് പോലുള്ള കണ്ണുള്ളവനാ. താമര എവിടെയാ? ചളിയിലാണ് വിരിയണത്. നമ്മളൊക്കെയും ചളിയിലാണ് ജീവിക്കുന്നത്. ആ ചളിയിൽ ഇങ്ങനെ മുങ്ങി മുങ്ങി വേര് ചളിയിലാഴ്ത്തിയിട്ട് പതുക്കെ ഒരു തണ്ട് ഇങ്ങനെ എടുത്തിട്ട് ആ ചളിന്ന് ഊർജമൊക്കെ എടുത്തിട്ട് മേലെ അങ്ങോട്ട് വിരിയുമ്പോ ഭംഗിയായിട്ട് നിൽക്കുക. അതാണ് സഹസ്രാര പത്മമൊക്കെ ആയിട്ട് വരുന്നത് ബോധം. അപ്പൊ ഏത് ചളീന്റെ അപ്പുറത്ത് ഒരു താമരതണ്ട് പോലെ ഒഴുകി ഒഴുകിയിട്ട് ഒരു മനോഹരമായ ഒരു താമര വിരിയിക്കാൻ കഴിവുള്ളവനാണ് കൃഷ്ണൻ. അല്ലയോ കൃഷ്ണ, നീ മാത്രം എനിക്ക് തുണയായിരിക്കട്ടെ. ഭഗവാനെ എഴുത്തച്ഛ എല്ലാവരെയും അനുഗ്രഹിക്കണേ, എല്ലാവർക്കും ജ്ഞാനം കൊടുക്കണേ.